സാഡ് സയൻസ്. നമ്മളിന്ന് കാണിക്കുന്നത് ഡെനിമിൽ വന്നിട്ടുള്ള രീതിയിലുള്ള ടോപ്പും ഷർട്ടും സ്കേർട്ടും വരുന്ന രീതിയിലുള്ള മോഡലാണ് വന്നിരിക്കുന്നത്. ഡെനിം എപ്പോൾ കൊണ്ടുവന്നാലും ഭയങ്കര എൻക്വയറി ആണ് കിട്ടാറുള്ളത്. ഒറിജിനൽ ഡെനിമിൽ വന്നേക്കുന്ന രീതിയിലുള്ള മോഡലാണ് വരുന്നത്. ഇതിൽ ഫുൾ ഷർട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ വരുന്ന രീതിയിലുള്ള ഫുൾ ഷർട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെയർ ചെയ്യാം. ക്രോപ്പ് ടോപ്പ് ആക്കി മടക്കി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. അല്ല ഫുള്ളായിട്ട് വെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല രസമായിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്കിതിന്റെ കളക്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഡെനിമിൽ നമ്മുടെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ത്രെഡ് കൊണ്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നേക്കുന്നത്. നമ്മുടെ ദാമൻ ഏരിയയിലും അതുപോലെ തന്നെ ഷർട്ടിലും ഫുള്ളായിട്ടും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവില് ഇതുപോലെ ഇലാസ്റ്റിക് വന്നിട്ടുള്ള രീതിയിലുള്ള സ്ലീവ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ആണ് കളർ. നരപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. ഈ ഒരു രീതിയിലാണ് ഷർട്ട് വരുന്നത്. നമുക്ക് ജീൻസിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷർട്ട് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഷർട്ട് ഒരു ജാക്കറ്റായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നേക്കുന്നത്. ഷർട്ട് വരുന്നത് കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത്. നെക്സ്റ്റ് ഫ്രണ്ടിൽ ബെൽറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ. നമ്മുടെ ഹിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിസ്റ്റ് ഒക്കെ ഒന്ന് ഒതുങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. സ്കേർട്ടിന്റെ എൻഡിലായിട്ടും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഓവർ ചാക്കും അല്ല, നമ്മുടെ ഒരു എന്താ പറയാ റയോണിന്റെ ടച്ചും അല്ല, ഒറിജിനൽ ജീൻസ് ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത്. കണ്ടില്ലേ? ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത്. നെക്സ്റ്റ് ആഷാണ് കേട്ടോ കളർ വരുന്നത്. നമ്മളൊരു ബ്ലൂ ടച്ച് വരുന്ന രീതിയിലുള്ള ആഷാണ് കളർ വരുന്നത്. ഇങ്ങനെ നമുക്ക് ഫുൾ ഷർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വെയർ ചെയ്യാം. സ്കേർട്ട് നോക്കുക. നല്ല നല്ല കളേഴ്സ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു സ്കേർട്ട് വേറൊരു ഷർട്ടിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡെനിം സ്കേർട്ടൊക്കെ ഇപ്പൊ ട്രെൻഡ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹൈറ്റ് ഒക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്ത പോലെ ഒന്ന് മടക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ തന്നെ ഇരുന്നോളും, താന്നു പോവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിവർത്തിയിട്ടിട്ടും എങ്ങനെ ഉണ്ട് എന്ന് കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും വെയർ ചെയ്യാം. ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു ക്രോസ് കൊടുത്തിട്ട് അങ്ങനെ വെയർ ചെയ്യുമ്പോഴും കാണാൻ ഒരു ഭംഗിയുണ്ട്. അതല്ലാതെ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ഇല്ലേ, ക്രോപ്പ് ടോപ്പിന്റെ ഒരു രീതിയിൽ ഫുൾ ഇൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. ഹൈറ്റ് കുറവുള്ളവർക്കായിരിക്കും അത് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ വെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ രസം ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം ബ്ലൂ ആണ് കളറ്. സ്കേർട്ട് ഈ ഒരു രീതിയിലാണ്. നല്ല ഡെനിമിന് പൊതുവിൽ വരുന്ന കളേഴ്സ് ഒക്കെ തന്നെ നല്ല കളേഴ്സ് ആണ് വരുന്നത്. ചെറിയൊരു പഫ്നെസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ചെറിയൊരു പഫ്നെസ് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നമ്മുടെ ഐസ് ബ്ലൂ ആണ് കളറ്. എല്ലാ കളേഴ്സിലും ഈ ഒരു വർക്ക് എടുത്തറിയുന്നുണ്ട്. അതാണ് നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് പൊതുവിൽ ഡെനിം സ്കേർട്ടിന് കട്ടിങ് ഒക്കെ എൻഡിൽ കട്ടിങ് ഒക്കെ വരുമല്ലോ. ഈ ഒരു ഇതിനൊരു കട്ടിങ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിലും ഫ്രണ്ടിലും ഒന്നും കട്ടിങ് കൊടുത്തിട്ടില്ല. ചെറിയൊരു ഫിഷ് കട്ട് ടച്ച് ആണ് വരുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓവർ ടൈറ്റ് ആയിട്ടോ ഭയങ്കര ബാക്കൊക്കെ ബോറാവുന്ന രീതിയിലൊന്നും അല്ല. അത് മാത്രമല്ല ഈ ഒരു ഷർട്ട് നമുക്ക് ഈ ഒരു ഷർട്ട് രീതിയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കൊക്കെ കവർ ചെയ്യുന്ന രീതിയിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 1550 ആണ്. 1550 ആണ് ഇതിന്റെ പ്രൈസ്. ഒറിജിനൽ ഡെനിം ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൽ വന്നാൽ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.